ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ വരുന്ന ഫസ്റ്റ് ടോപ്പിക്ക് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ആണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റേതായിട്ടുള്ള മെഷേഴ്സിലാണ് നമ്മൾ എടുക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു മെഷേഴ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പം എന്താണ് വെയിറ്റ് എന്നാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാസ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മെഷറിനെയാണ് നമ്മളിവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും, ആ ഒരു സബ്സ്റ്റൻസസിൻ്റെ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസസിൻ്റെ മാസിന് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, രണ്ട് രീതിയിലാണ് നമ്മൾ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് പറയുന്നത്. രണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് പറയുന്നത്, എംപിരിക്കൽ സിസ്റ്റം ആൻഡ് മെട്രിക് സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് എംപിരിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് മെട്രിക് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പറയാം എന്താണ് എംപിരിക്കൽ സിസ്റ്റം എന്നുള്ളത്. അതായത് എംപിരിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾഡർ സിസ്റ്റമാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മെഷറിനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന സിസ്റ്റം ആയിരുന്നു. ബട്ട് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ ഒരു എംപിരിക്കൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എംപിരിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്സ് ആണുള്ളത്, അവോർഡ് ബോയി സിസ്റ്റം ആൻഡ് അപ്പോത്തിക്കറി സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റംസ് ആണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്ന അവോർഡ് ബോയി സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, വെയ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പൗണ്ട്സ് അല്ല എങ്കിൽ ഔൺസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പൗണ്ട്സ് അല്ലെങ്കിൽ ഔൺസ് ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് പൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അബ്രിവേറ്റ് ചെയ്യുന്നത്, LB എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1 പൗണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 16 ഔൺസ്. അതായത് ഒരു പൗണ്ട് എന്ന് പറയുന്നത് 16 ഔൺസിന് ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ 1 പൗണ്ട് ഈസ് ഈക്വൽസ് ടു 7000 ഗ്രെയിൻസ്. അപ്പോൾ ഒരു പൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഔൺസിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഒരു പൗണ്ട് എന്ന് പറയുന്നത് 16 ഔൺസിന് ഈക്വൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഗ്രെയിൻസ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു പൗണ്ട് എന്ന് പറയുന്നത് 7000 ഗ്രെയിൻസിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് പറയുന്നത് ഒരു ഔൺസ് എന്ന് പറയുന്നത് 437.5 ഗ്രെയിൻസിന് ഈക്വൽ ആണ്. ഇതൊക്കെ തന്നെയും നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, അതല്ല എങ്കിൽ തെറ്റിപ്പോവും. ഇനി നെക്സ്റ്റ് പറയുന്നത് അപ്പോത്തിക്കറി സിസ്റ്റമാണ്. നെക്സ്റ്റ് സിസ്റ്റം ഏതാണ്, എംപിരിക്കൽ സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് ഏതെന്ന് പറയുന്നത് അപ്പോത്തിക്കറി സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് എന്താണ്, ഗ്രെയിൻസ് ആണ് നമ്മളിവിടെ വെയ്റ്റിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് വോളിയം മെഷർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈൻസ്, ക്വാർട്സ് ആൻഡ് ഗാലോൺസ്, ഇതൊക്കെയാണ് വോള്യത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ കാൽക്കുലേഷൻസ് ആണ്. അതായത് നമുക്കിവിടെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് വെയ്റ്റിൻ്റെ മെഷേഴ്സും പറയുന്നുണ്ട്, അതുപോലെ തന്നെ വോള്യത്തിൻ്റെ മെഷറും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് വെയ്റ്റിൻ്റെ മെഷർ നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 12 ഔൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച സിസ്റ്റത്തിലെന്ന് പറയുന്നത് വാല്യൂസ് വേറെ ആയിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോത്തിക്കറി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 പൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 12 ഔൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 1 ഔൺസ് എന്ന് പറയുന്നത് 8 ഗ്രാം ഓർ 480 ഗ്രെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 1 gram which is equal to 3 scruples and 1 scruples which is equals to 20 grains ആണ്. and 1 pound is equals to 5760 grains. അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1 gallon ഈക്വൽസ് 4 quarts ഓർ 8 pints എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1 quart എന്ന് പറയുന്നത് എന്താണ്, 2 pint ഓർ വിച്ച് ഈസ് ഈക്വൽ ടു 32 ഫ്ലൂയിഡ് ഔൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 ഫ്ലൂയിഡ് ഔൺസ് ഈക്വൽസ് 8 ഫ്ലൂയിഡ് ഡ്രാഞ്ചസ് ആൻഡ് 1 fluid branches is equals 3 fluid scraples and 1 fluid scraple which is equal to 20 minims എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻസ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെട്രിക് സിസ്റ്റമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എംപിരിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് മെട്രിക് സിസ്റ്റമാണ്. ആൻഡ് ഈ ഒരു മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം. അതായത് മെഷർ ചെയ്യാനായിട്ടും വെയ്റ്റ്സ് എടുക്കാനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നിലവിൽ നമ്മൾ മെട്രിക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഫാർമക്കോപ്പിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സിസ്റ്റവും മെട്രിക് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം മെട്രിക് സിസ്റ്റം എന്താണെന്ന്. അപ്പോൾ മെട്രിക് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? കിലോഗ്രാമാണ് നമ്മൾ വെയ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ കൺവേർഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1000 grams ആണ്. ആൻഡ് 1 hectogram which is equals to 100 grams, 1 decagram is equals 10 gram, 1 decigram is equals 0.1 gram, and 1 centigram is equal to 0.01 gram. ആൻഡ് ഈ ഒരു 0.01 gram എങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ 1 divided by 100 ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 milligram which is equal to 0.001 gram. ഇതെങ്ങനെയാണ്? 1/1000 ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 microgram ആണ്. മൈക്രോഗ്രാം എന്ന് പറയുന്നത് 0.00001 gram which is equal to, നമുക്കിതിനെ അല്ലാണ്ട് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 microgram is equal to into 10⁻⁻6 grams എന്ന് നമുക്ക് ഈ 1 മൈക്രോഗ്രാമിനെ പറയാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന 1 gram ഈസ് ഈക്വൽ ടു 1000 milligrams ആണ് 1 gram എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഏതാണ് മെട്രിക് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ വെയ്റ്റിന് പറഞ്ഞിരിക്കുന്ന മെഷേഴ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയാണ് വോളിയത്തിന് എങ്ങനെയാണ് നമ്മൾ മെട്രിക് സിസ്റ്റം വെച്ചിട്ട് മെഷർ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ലിറ്ററാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോളിയം മെഷർ ചെയ്യാനായിട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററാണ്. അപ്പം 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 milliliter എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് ലെങ്ത് മെഷർമെൻ്റ് ആണ്. അതായത് മെട്രിക് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ലെങ്ത് മെഷർ ചെയ്യുന്നതെന്നാണ്. അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 meter ആണ്. ആൻഡ് 1 meter എന്ന് പറയുന്നത് 1000 millimeter ആണ്. അല്ല എങ്കിൽ നമുക്ക് 1 meter എന്ന് പറയുന്നത് എത്ര? 100 centimeters എന്നും പറയാം. ആൻഡ് 1 centimeter എന്ന് പറയുന്നത് 10 millimeters എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെഷേഴ്സ്, ലെങ്തിൻ്റെ മെഷേഴ്സായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെട്രിക് സിസ്റ്റം വെച്ചിട്ട് വെയ്റ്റും അതുപോലെ തന്നെ വോളിയവും പിന്നെന്താണ് ലെങ്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് നമുക്കിനി പറയാനായിട്ടുള്ള ഇക്വലൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഇക്വലൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ മെട്രിക് സിസ്റ്റവും അതുപോലെ തന്നെ എംപിരിക്കൽ സിസ്റ്റം വെച്ചിട്ട് ആ ഒരു കൺവേർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ മെട്രിക് സിസ്റ്റം അനുസരിച്ചിട്ട് 1 kilogram എന്ന് പറയുന്നത് നമ്മുടെ എംപിരിക്കൽ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ പറഞ്ഞ 22 ounce എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ounce എന്ന് പറയുന്നത് എത്രയാണ്? 30 grams ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എംപിരിക്കൽ സിസ്റ്റത്തിലുള്ള 1 ounce എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെട്രിക് സിസ്റ്റത്തിൽ വരുമ്പോൾ 30 grams എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ pound which is equal to 450 milligram and 1 grain എന്ന് പറയുന്നത് എത്രയാണ്? 65 milligram-ന് ഈക്വൽസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? വോളിയത്തിൻ്റെ മെഷർമെൻ്റ് ആണ്. വോളിയത്തിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.06 ml-ന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml-ന് ഈക്വൽ ആണ്. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് എത്രയാണ്? 15 ml-ന് ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ 1 ടീ കപ്പ് ഫുൾ എന്ന് പറയുന്നത് 120 ml-ന് ഈക്വൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മേജറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.